വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുദൈവ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനലിലൂടെ. ഇന്നത്തെ വായനയുടെ വിഷയം ഗുരു സാക്ഷാത് പരബ്രഹ്മ എന്ന തത്വം ഉദ്ഘോഷിക്കുന്ന ഗുരുചരിതം ഗുരുസാഗരം മാസികയിൽ 2026 ഏപ്രിൽ ലക്കം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ലോകത്തുണ്ടായിട്ടുള്ള 18 പുരാണങ്ങൾക്ക് ശേഷം ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ്റെ തൂലികയിലൂടെ ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകഗുരു എന്ന തലത്തിലും പരബ്രഹ്മം എന്ന തലത്തിലും ഗുരുവിനെ നോക്കിക്കാണുന്ന ഒരു ബ്രഹ്മാണ്ഡ വീക്ഷണമാണ് നാരായണ ഗുരുപുരാണം. ഇത് മഹാഗുരുപുരാണമാണ്. ഇനി ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. ശ്രീമദ് നാരായണ ഗുരുപുരാണം അധ്യായം 4 ഭാഗം 1. കഥ ഇതുവരെ. അകവും പുറവും നടക്കുന്ന യുദ്ധക്കെടുതികളെ പീഡ അനുഭവിച്ചുകൊണ്ട് വൈദികാചാര്യ സമക്ഷമെത്തിയ ഗുരുപാദാംബുജ രജോലവൻ എന്ന ആത്മസാധകന് ഒരു മണ്ഡലകാലത്തെ സഹസ്ര ഗായത്രി ജപം ഉപദേശിച്ചു ആചാര്യൻ. മണ്ഡലവ്രതത്തിൻ്റെ 3-ാം ദിവസം ആത്മസാധകന് ഗണപതി ദർശനവും 10-ാം ദിവസം ഗുഹൻ്റെ സ്വപ്ന ദർശനവും ലഭിച്ചു. 11-ാം ദിവസം രാവിലെ ചിത്തിരപക്ഷിയാൽ ആക്രമിക്കപ്പെട്ട് ചിറകും കാലും പരിക്കേറ്റ നിലയിൽ ഒരു ശുഗബാലിക ആത്മസാധകന്റെ പാദത്തിൽ ആലംബം തേടി. സാധകൻ ചിത്തിരപക്ഷിയെ വിരട്ടി ഓടിച്ച് ശുഗബാലികയെ രക്ഷിച്ചു. പത്നി സമേതനായി അവൾക്ക് ശുശ്രൂഷകളും ചികിത്സയും ചെയ്തു. 16-ാം ദിവസം രാത്രി ശുഗബാലികയെ മടിയിൽ ഉറക്കുന്ന വേളയിലാണ് ഒരു ദിവ്യപ്രകാശം പ്രത്യക്ഷമായത്. ഈ മന്വന്തരത്തിൻ്റെ രക്ഷകനായ 7-ാമത്തെ മനു വൈവസ്വതനായിരുന്നു അത്. ആ ചൈതന്യം ആത്മസാധകനോട് കലിയുഗത്തിൻ്റെ ആശ്രയമായ മഹാഗുരു ശ്രീനാരായണനെക്കുറിച്ച് ഒരു മഹാപുരാണം എഴുതാൻ ആവശ്യപ്പെട്ടു. 19-ാമത് പുരാണമായ ആകൃതി ശ്രീമദ് നാരായണ ഗുരുപുരാണം എന്നറിയപ്പെടുമെന്നും നമോ ഭഗവതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യപ്പെടണമെന്നും പ്രവചിച്ചു. ഗുരുപുരാണം എവിടെ നിന്ന് പറഞ്ഞു തുടങ്ങണം എന്ന് ആത്മസാധകൻ സംശയിച്ചു. പല മതസാരവും ഏകമെന്ന തത്വം ലോകത്തിന് നൽകിയ ഗുരുവിൻ്റെ പുരാണം ലോകമതങ്ങളുടെ ചരിതത്തിൽ നിന്ന് തുടങ്ങാൻ വൈവസ്വതൻ ഉപദേശിച്ചു. ശുഗബാലിക വിവിധ ജന്മങ്ങളിൽ പറവയായി വിവിധ ദേശങ്ങളിൽ ജനിച്ച ആത്മാവാണെന്നും അവൾ എല്ലാ മതങ്ങളുടെയും ശരിയായ ചരിതം പറഞ്ഞു തരുമെന്നും വൈവസ്വതൻ പറഞ്ഞു. മതപുരാണം കേട്ട് എഴുതിയ ശേഷം ഭാരതഭൂമിയുടെ പാദഭൂമികയായ രാമേശ്വരത്ത് എത്തി അഗ്നിതീർത്ഥത്തിൽ മുങ്ങി ജന്മപാപങ്ങൾ നശിപ്പിച്ച് 22 തീർത്ഥങ്ങളിൽ മുങ്ങി മൂവേഴുക്കളെ ശുദ്ധീകരിച്ചു വരണമെന്നും അതിനുശേഷം ഗുരുപുരാണം തുടരാനും വൈവസ്വതൻ ഉപദേശിച്ചു. വൈവസ്വതൻ മറഞ്ഞപ്പോൾ ശുഗബാലിക വിവിധ ജന്മങ്ങളിൽ കണ്ടറിഞ്ഞ മതചരിതം ഓരോന്നായി പറയാൻ തുടങ്ങി. ജൂതമതത്തെയും സൊറാസ്ട്രിയൻ മതത്തെയും കുറിച്ച് അവൾ 2 ദിവസങ്ങളിൽ പറഞ്ഞു. 3-ാം ദിവസം അവൾ തവോയുടെ പുരാണമാണ് പറഞ്ഞത്. 4-ാം ദിവസത്തെ രാവിൽ അവൾ ചൈനയിൽ സ്ഥാപിതമായ കൺഫ്യൂഷനിസത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അവൾ ജപ്പാനിലെ ഷിൻഡോ മതത്തെക്കുറിച്ചും 5-ാം രാവിൽ ഇന്ത്യയിൽ ഉണ്ടായ ജൈനമതത്തെക്കുറിച്ചും പറയുന്നു. 6-ാം രാവിൽ ശുഗബാലിക ബുദ്ധനെക്കുറിച്ചും ബുദ്ധമത തത്വത്തെക്കുറിച്ചും വിവരിക്കുന്നു. തുടർന്ന് വായിക്കുക. ബുദ്ധം ശരണം ഗച്ഛാമി. ശുഗകുല മൗലി മാണിക്യമായ ശുഗബാലിക മതചരിത കഥനത്തിനായി 6-ാം രാവിൽ എത്തുന്നതും കാത്ത് ഗുരുപാദാംബുജ രജോലവൻ എന്ന ആത്മസാധകൻ മഹാഗുരുവിൻ്റെ സന്നിധിയിലെത്തി. എഴുതിരിയിട്ട വിളക്കിൻ്റെ പ്രഭയിൽ ഗുരുവിൻ്റെ രൂപം കൂടുതൽ ദീപ്തമായിരിക്കുന്നു. ആ മുറിയിലാകെ ചന്ദനവും ഭസ്മവും ഗന്ധം കൊണ്ട് പരിമളം തീർത്തിരിക്കുന്നു. ചെറിയ മഞ്ഞശലഭങ്ങളും വെള്ളശലഭങ്ങളും അവിടമാകെ ചുറ്റിപ്പറക്കുന്നു. തളികയിൽ സൂക്ഷിച്ചിരിക്കുന്ന പനിനീർ തെളിച്ച വെളുത്ത പൂക്കൾ കൈക്കുമ്പിളിൽ എടുത്ത ആത്മസാധകൻ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ അർപ്പിച്ച് സാഷ്ടാംഗം തൊഴുതു. അനിർവചനീയമായ ഒരു ഊർജപ്രവാഹം അയാളുടെ മേനിയിലാകെ നിറഞ്ഞു. ആ സമയം ശുഗബാലികയുടെ മധുരമൂറുന്ന ഒരു ആലാപനം കേൾക്കാറായി. വാനം പിളർന്നെത്തിയ ബാലഭാനു വിഭാതവേളയ്ക്കു വിളങ്ങിടുമ്പോൾ മായോദര പ്രച്യുതനായ വത്സൻ മഹസ്തിനാൽ പൊന്നൊളി പൂശി മണ്ണിൽ ഭൂജാതനാം കനകവർണ്ണനെ വിണ്ടലത്തിൻ ഭൂജാനി നൂനമഖിലാക്ഷികളാൽ നുകർന്നു മന്ദാരസൂന നിവഹങ്ങളൊടുത്തുരണ്ടു മന്ദാകിനി മഹിതധാരകളെ ചുരിഞ്ഞു. നിരന്നു ചുറ്റും സൂര്യർ കാത്തുനിൽക്കെ അവർക്കവൻ കൺകുളിർ നൽകി. വാഴ്കെ സന്ധ്യാംബുധത്തിൻ മുകളിൽ സ്ഫുരിക്കും ബാലേന്ദുവിൻ കാന്തി കവർന്നു ബാലൻ.
ആ പാട്ടിൻ്റെ വരികൾ ആത്മസാധകന് പരിചിതമാണ്. അശ്വഘോഷന്റെ ബുദ്ധചരിതം മലയാള ഭാഷ്യമാണ് ശുഗബാലിക പാടുന്നത്. രംഗം ശ്രീബുദ്ധന്റെ ജനനസമയവും. അവൾ പാട്ടു നിർത്തിയിട്ട് ആത്മസാധകന്റെ തോളിൽ വന്നിരുന്നു. ഇന്ന് നിനക്ക് ഞാൻ ബുദ്ധചരിതവും ബുദ്ധമത തത്വങ്ങളും ചൊല്ലിത്തരാം. ശ്രദ്ധയോടെ കേൾക്കണം. ശ്രീനാരായണ ഗുരു അവതാരത്തിന്റെ പൂർണ്ണത അറിയാൻ ബുദ്ധന്റെ കഥ ശ്രദ്ധയോടെ ശ്രവിക്കേണ്ടതുണ്ട്. ആത്മസാധകൻ സന്തോഷാശ്രുക്കൾ പൊഴിച്ച് ശുഗബാലികയെ സ്തുതിച്ചു. ഖഗങ്ങളിൽ നീ ഹരിതവർണം, നിരന്തരം സാത്വിക ഫലഭക്ഷിതാംഗി, ചുവന്ന ചുണ്ടൊളിയിൽ കനകാഭയോടെ മൊഴിഞ്ഞതെല്ലാം അമൃതോപമങ്ങൾ. ഹേ ശുഗബാലികേ, നീ പറഞ്ഞത് ശരിയാണ്. മഹാഗുരുവിനെ അവതാരകാലത്ത് അഭിനവ ബുദ്ധൻ എന്ന് പലരും അഭിസംബോധന ചെയ്തിരുന്നു. ബുദ്ധന്റെ 2ാം അവതാരമാണെന്നായിരുന്നു ശ്രുതി. ഹേ ആത്മസാധക, ഈ ലോകത്തുണ്ടായിട്ടുള്ള നരദിവ്യാകൃതി പൂണ്ട ധർമാവതാരങ്ങളെല്ലാം മഹാഗുരുവിൻ്റെ പൂർണ്ണാവതാരത്തിന് മുമ്പേ ഭൂമിയിൽ വന്ന അംശങ്ങൾ മാത്രമാണ്. ഋഷിമാർ, രാജാക്കന്മാർ, പണ്ഡിതന്മാർ, അനുകമ്പാശാലികളായ ജനസംരക്ഷകർ, കവികൾ, തത്വജ്ഞാനികൾ, ഇങ്ങനെ പല ഭാവങ്ങളിൽ ഭൂമിയിലെത്തിയ ബോധാംശങ്ങൾ എല്ലാവരും ഒടുവിൽ മഹാഗുരു എന്ന ഒരു പൂർണ്ണരൂപത്തിൽ ഏകീഭവിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഗുരുവിനെ പുരുഷാകൃതി പൂണ്ട ദൈവം എന്ന് വിളിക്കുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞത് നീ പ്രകടിപ്പിച്ച അജ്ഞതയെ തിരുത്തുവാൻ വേണ്ടിയാണ്. ബുദ്ധന്റെ 2ാം ജന്മമല്ല മഹാഗുരുനാരായണൻ. ഗുരുവിൻ്റെ അംശാവതാരങ്ങളാണ് ബുദ്ധൻ അടക്കമുള്ളവരെല്ലാം തന്നെ. ബുദ്ധൻ പൂർണ്ണചന്ദ്രനെങ്കിൽ മഹാഗുരു കോടി ദിവാകര സ്വരൂപനാണ്. അത് ബോധ്യമായാലേ ഈ മഹാഗുരു പുരാണം ഗ്രഹിക്കാൻ സാധിക്കൂ. മഹാഗുരു പുരാണം ഗ്രഹിക്കാൻ കഴിഞ്ഞാലേ ചതുർയുഗങ്ങളുടെ ശരിയായ രൂപം ബോധ്യമാകൂ. ചതുർയുഗങ്ങൾ ശരിയായി അറിഞ്ഞാലേ നീ ജീവിക്കുന്ന യുഗത്തിൻ്റെ ലക്ഷ്യവും ധർമ്മവും വെളിപ്പെടൂ. യുഗലക്ഷ്യവും ധർമ്മവും വഴിപോലെ വെളിപ്പെട്ടാൽ മാത്രമേ അവനവനെക്കുറിച്ച് ശരിയായ ബോധ്യം വരൂ. അവനവനെ അറിഞ്ഞാൽ മാത്രം ജീവിതം പൂർണ്ണമാകും. അതിനാൽ ശ്രീമദ് നാരായണ ഗുരുപുരാണം അവനവനെ അറിഞ്ഞ് ജീവിതം പൂർണ്ണമാക്കാൻ വേണ്ടി നാളെ ലോകർ പാരായണം ചെയ്യാൻ പോകുന്ന ദിവ്യഗ്രന്ഥമാണ് എന്നറിയുക. വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാകുവാനും ആഗ്രഹമുള്ളവർ 6282319294 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ 8078188858. 600 രൂപ അടച്ചാൽ മാസിക 1 വർഷത്തേക്ക് തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പി ലഭിക്കും. കൂടാതെ മാസിക ഇപ്പോൾ ഓൺലൈനായി വായിക്കാവുന്നതാണ്. 1 വർഷത്തേക്ക് 400 രൂപ. www.gurusagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക വായന ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.